നടത്തുന്ന കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ ശ്രീ ബിജോയ് ജോസ് മുണ്ടുവാരം, ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കുന്ന കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഏതൊരു ആവശ്യത്തിനും ഓടിയെത്തി വേണ്ടത് ചെയ്യുന്ന ശ്രീമതി ജെസ്സി ജോസ്, ആശംസ അർപ്പിക്കുന്ന ഫാദർ അസിസ്റ്റന്റ് മേച്ചേരിൽ നമ്മുടെ അസിസ്റ്റന്റ് വിക, ആശംസ അർപ്പിക്കുന്ന ശ്രീ ചോയി വൈക്യാങ്കപ്പേറ്റെ പ്രസിഡന്റ്, ഈ സ്കൂളിൻ്റെ ഹെമിഷസ് സിസ്റ്റർ ലിനറ്റ്, സ്നേഹമുള്ള അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ വാർഷികത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും ആശംസിക്കുന്നു. ഈ വാർഷിക സമ്മേളനം ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സജ്ജീകരിച്ച് സിസ്റ്റർ കമ്മീഷണേഴ്സ് ലിനറ്റിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകർ, മാതാപിതാക്കൾ, PT ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഒരുക്കിയ മറ്റുള്ള വ്യക്തികൾ, പ്രിയ കുഞ്ഞുങ്ങൾ, ഇവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ആ പ്രയർ സോങ്ങിൽ എത്ര മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. യേശുവിനെ ശിഷ്യന്മാരെയും വായിക്കൽ നിർത്തിക്കൊണ്ട് കുഞ്ഞുങ്ങൾ ആഘോഷമായിട്ട് നൃത്തമാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുകയും ഈ വാക്കിലുള്ളതെല്ലാം അത്ര മനോഹരമായിരുന്നെങ്കിൽ ഈ വാക്കുകളെല്ലാം അതിഗംഭീരമായിരിക്കുന്നത് ഞാൻ ശ്രമിച്ചു. എല്ലാം ഭംഗിയായിട്ട് പോകട്ടെ എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ലോകമാകുന്ന പൂന്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്ന ഓരോ ചെടികളുമാണ് ഓരോ കുഞ്ഞുങ്ങളും. ഓരോ ചെടികൾ പോലെ ആ ചെടികൾക്ക് കാലാകാലങ്ങളിൽ വളവും വെള്ളവും സംരക്ഷണവും നൽകിപ്പോരുന്ന തോട്ടക്കാരെ പോലെയാണ് അധ്യാപകരും മാതാപിതാക്കളും. ഓരോ കാലഘട്ടത്തിലും വേണ്ടതെല്ലാം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നല്ല വ്യക്തികൾ ആ പൂന്തോട്ടത്തിലെ ചെടികളെ മറ്റുള്ള മൃഗങ്ങളോ കീടങ്ങളോ ഒന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേലികൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വളവും വെള്ളവും കൊടുക്കുന്നത് പോലെ തന്നെയാണ് കുട്ടികൾക്ക് ചെടികൾക്ക് വളവും വെള്ളവും കൊടുക്കുന്നത് പോലെയാണ് കുട്ടികൾക്ക് ഭക്ഷണവും ഡ്രസ്സും വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത്. ആ വേലി കെട്ടുന്നത് പ്രാർത്ഥനയുടെ വേലിയാണ് കെട്ടിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ വേലി കെട്ടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു തോട്ടക്കാരെ ചെയ്തതുപോലെ എല്ലാവരും അതാത് കാലഘട്ടങ്ങളിൽ വേണ്ടതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മനോഹരമായ പുഷ്പങ്ങൾ പുറപ്പെടുവിക്കുന്ന ചെടികളായിട്ട് കുഞ്ഞുങ്ങൾ മാറും ഭാവിയിൽ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിന് കുഞ്ഞുങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നും അതിനെ കുഞ്ഞുങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയും ചെയ്യുക. ഈ അവസരത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ കണ്ട ഒരു റീൽസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ട്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും. അത് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾക്ക് ആ കുട്ടിയെ അർഹയാവുകയും ചെയ്തതാണ്. അതായത് വയനാട് ദുരന്ത സമയത്ത് ഒരു കൊച്ചു കുട്ടിയെ പട്ടാളക്കാര് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ചിത്രം. ആ ചിത്രം റീൽസ് ഇട്ടിട്ട് ആ കുട്ടി അതിൻ്റെ അടിയിൽ ഇപ്രകാരം എഴുതി വെച്ചു: മോനെ, നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് നിന്റെ അപ്പൻ്റെ പാർട്ടിക്കാരല്ല, നിന്റെ അപ്പൻ്റെ മതക്കാരോ ജാതിക്കാരോ അല്ല, നീ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ്. അതിനുശേഷം അതിൻ്റെ അടിയിൽ ആ കുട്ടി ഇപ്രകാരം എഴുതി വെച്ച്: മോനെ, നീ വളർന്നു വലുതാവുമ്പോൾ ആരാകണമെന്നാണ് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നീ ഇപ്രകാരം പറയണം: ഒരു നല്ല മനുഷ്യനായി തീരണമെന്ന്. അതേ പ്രിയ സഹോദരങ്ങൾ, ഒരു നല്ല മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് തീരുന്നതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരും മാതാപിതാക്കളും എല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സംശയമൊന്നുമില്ല. ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യനായി തീർന്നെങ്കിൽ മാത്രമേ
വളർന്നു വരുമ്പോൾ ഒരു നല്ല ഡോക്ടറാകാനും, നല്ലൊരു എഞ്ചിനീയർ ആകാനും, നല്ലൊരു രാഷ്ട്രീയക്കാരനാകാനും, നല്ലൊരു കുടുംബനാഥയോ ആകുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഒരു നല്ല മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലെ പല തിന്മകളുടെയും മറികടക്കുവാൻ സാധിക്കുമെന്നുള്ളത് സംശയമൊന്നുമില്ല. മനുഷ്യത്വത്തിന് വില കൊടുക്കണം. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യന് മാത്രമേ വിലയില്ലാതെ ഉള്ളൂ. ബാക്കി മൃഗങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ വിലയുണ്ട്. എത്രയോ മനുഷ്യർ ഈ കാലഘട്ടങ്ങളിൽ ആനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിന് വിധേയമായി ലോകത്ത് നിന്ന് വേർപിരിയേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യന് എന്തെങ്കിലും വിലയുള്ളൂ. മനുഷ്യത്വത്തിന്, മനുഷ്യന് വില കൊടുക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ ഈ കുട്ടികൾ വളർന്നു വരികയാണെങ്കിൽ നാളത്തെ നമ്മുടെ സമൂഹം സ്നേഹോഷ്ഫലമായിട്ടൊരു സമൂഹമായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരും അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യത്വമുള്ള വ്യക്തികളായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനും മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സാധിക്കണം. പലപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മളെ കുട്ടികൾ ഓരോ കാര്യം ചെയ്യുന്നത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ അരുതുകളുടെ ഒരു നീണ്ട നിര. ഒരു കുട്ടി ചോദിക്കേണ്ട ഈ അരുതുകൾ മാത്രം പറയാതെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളുടെ നല്ലൊരു സുഹൃത്താകുന്ന അപ്പനോ അമ്മയോടെ അല്ലയോ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുക. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും വഴക്ക് കൂടുകയും ചെയ്യുന്ന മാതാപിതാക്കളോട് ഞങ്ങളുടെ ഉള്ളിൻ്റെ വേദന, ആഗ്രഹങ്ങളെ എങ്ങനെ തുറന്നു പറയുവാൻ സാധിക്കുമെന്ന് പറയുക. പ്രിയ സഹോദരങ്ങളെ, അപ്പനും അമ്മയ്ക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളുടെ നല്ല സുഹൃത്താക്കളായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ LP സ്കൂൾ കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിലാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണമൊക്കെ കൊടുക്കേണ്ടത്. എന്നിട്ട് ആ കുട്ടി പറയുകയുണ്ടായി, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പ്രിയ സഹോദരൻ, അങ്ങനെ കിട്ടാതെ വരുന്ന കുട്ടികളാണ് വളർന്നു വരുമ്പോൾ അല്പം സ്നേഹത്തിനായിട്ട്, അല്പം പരിഗണനയ്ക്കായിട്ട് മറ്റുള്ള അത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുക, അല്ലാതെ വ്യക്തികളിലേക്ക് പോകുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ LP സ്കൂൾ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കണം. ആ കുട്ടി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഇളയ കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ 3 മാസത്തേക്ക് ഞങ്ങളെ ആർക്കും വേണ്ട. മുതിർന്ന കുട്ടി പറയുന്നതാണ്, 3 മാസത്തേക്ക് ഞങ്ങളെ ആർക്കും വേണ്ട. കുഞ്ഞിൻ്റെ പുറകെ എല്ലാവരും. ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കന്മാർ. ഒരു കാരണവശാലും ഇളയ കുട്ടി ഉണ്ടായാലും മൂത്ത കുട്ടിയെ പരിഗണിക്കാതിരിക്കരുത്. കുഞ്ഞിനെ പരിഗണിക്കുന്ന പോലെ കാര്യം അമ്മയ്ക്കറിയാം. ഈ മൂത്ത കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് കൊടുത്ത അതേ പരിഗണനകളെല്ലാം ഈ മുതിർന്ന കുട്ടിക്കും കൊടുത്തതാണ്. പക്ഷേ കുഞ്ഞിനറിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അവരെ കൊടുക്കേണ്ടതെല്ലാം വേണ്ട പോലെ കൊടുത്തുകൊണ്ട് പോകുവാൻ അവർക്ക് സാധിക്കണം. അവർക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് ഹൃദയത്തിൽ, മനസ്സിൽ പറഞ്ഞാൽ മാത്രം പോരാ. ആ കുഞ്ഞുങ്ങൾക്ക് അത് അനുവേദ്യമാകുന്ന വിധത്തിൽ അവരെ സ്നേഹിച്ചു കൊണ്ടുപോകുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. സ്നേഹങ്ങളെ, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ട് നമ്മുടെ എങ്ങനെ നമുക്ക് സ്നേഹപൂർവ്വം നമ്മുടെ ഈ വീട്ടിലേക്ക് സാധിച്ചു. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം അനുഭവേദ്യമാക്കുന്ന വിധത്തിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കും. നല്ല സുഹൃത്തായിട്ട് മാറുന്ന മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും സ്നേഹം തേടിയോ പരിഗണന തേടിയോ വേറൊരു സ്ഥലത്തേക്ക് പോകില്ല എന്നുള്ള യാതൊരു സംശയവുമില്ല. അത് മാതാക്കന്മാരുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിൽ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. ഡ്രസ്സ്, ബാക്കി ഭക്ഷണകാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഒരു കുറവ് വരരുത് എന്നുള്ള മനോഭാവത്തോടെ നിങ്ങൾ അധ്വാനിക്കുന്നത്. പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ സ്നേഹം കുടുംബങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. മറ്റുള്ളതിനേക്കാൾ ഈ കുഞ്ഞാണ് വിലപ്പെട്ടത് എന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കണം. നമുക്കറിയാം, ഏറ്റവും വലിയ ധനം ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം
അവരുടെ കുട്ടികളാണ് എന്നുള്ള കാര്യം പറഞ്ഞു. യഥാർത്ഥ ധനം നിങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. ആ വിധത്തിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കണം. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഈ സ്കൂള് ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? പലരും പറയും, പല കുട്ടികൾ പറയും, ഞങ്ങൾ ഇന്ന അല്ല കണ്ട ഇന്ന വ്യക്തികളാണ്. അല്ല, നിങ്ങളെ അവർ കാണുന്നത്, മറ്റുള്ള ഓരോ വ്യക്തിയും നിങ്ങളെ കാണുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ജനിച്ചതിന് ശേഷം മാത്രമാണ്. നിങ്ങൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബാങ്കിലേക്കോ കടന്നു ചെല്ലുമ്പോഴാണ് മറ്റുള്ളവരെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജനനത്തിന് ശേഷമാണ് അവർ നിങ്ങളെ കാണുന്നത്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ മറന്നുകൂടാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടെന്ന ആ നിമിഷം മുതൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയും മാത്രമാണ്. നിങ്ങൾ ഉരുവാകുന്നതിന്, ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ നിമിഷം മുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരു കാലത്തും വേദനിപ്പിക്കുവാനിടയാകരുത്. ഒരു മറുവാക്ക് പോലും അവരെ പറഞ്ഞ് നിങ്ങൾക്ക് അവരെ ദുഃഖിപ്പിക്കുവാനിടയാകരുത്. അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലേക്ക് വളരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ മനുഷ്യത്വമുള്ള, മനുഷ്യന് വില കൊടുക്കുന്ന, നാടിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാകുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ വേണ്ട കൃപയും അനുഗ്രഹവും തമ്പുരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാർഷിക ആഘോഷങ്ങൾ ഏറ്റവും സുന്ദരമായിട്ട് മനോഹരമായിട്ട് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കുന്നതിന് തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.